ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഒരു മാസം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ്. ഉപ്പുപയോഗിച്ച് ജയിലിലെ കമ്പികൾ ദ്രവിപ്പിച്ചു. ഓരോ ദിവസവും കുറച്ചായി ജയിലഴികൾ മുറിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജയിലിൽ താടി വളർത്തിയതടക്കം ഉള്ള ചട്ടങ്ങൾ ലംഘിച്ചിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല. ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, 1.5 മാസം നീണ്ട ആസൂത്രണമാണ്. ഇതൊന്നും കാണാനും ഇതിൽ ഒന്ന് ഒരു തരത്തിലുള്ള ഇപ്പം എത്രയോ CCTV ഉണ്ട്, അവിടെ 137 CCTV ഉണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ കാലത്ത് ഈ ആസൂത്രണം നടത്തിയ സമയത്ത്, ഈ ജയിൽ കമ്പി മുറിച്ച സമയത്ത് ഇതൊന്നും കാണാനൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഈ വാർത്തയിലുള്ളത്, ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാൻ, ഗോവിന്ദചാമിയെ മാറ്റാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. മറ്റ് ഏതെങ്കിലും സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ജയിലധികൃതർ പരിഗണിക്കുന്നത്. അത് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക്, തൃശ്ശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന കാര്യമാണ് ഇപ്പോൾ വലിയ പരിഗണന കൊടുത്തിരിക്കുന്നത്. ഏകദേശം വിയ്യൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയാൽ മതി എന്നാണ് ജയിലധികൃതർ പറയുന്നത്. മറ്റ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ അടക്കം പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പം എത്തിക്കാൻ പറ്റുന്നത് വിയ്യൂർ ജയിലിലായതുകൊണ്ട് ആ ജയിലിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത എന്നാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരം. ഏതായാലും ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇനി പാർപ്പിക്കില്ല. കാരണം ആ ജയിൽ അയാളെ ബ്രേക്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അയാളെ മറ്റൊരു ജയിലിലേക്ക്, വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് ജയിലധികൃതർ എത്തുന്നത്. ഏതായാലും വലിയ വീഴ്ച, ആര്യ സൂചിപ്പിച്ചതുപോലെ വലിയ വീഴ്ച ജയിലധികൃതരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒരു അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു കുറ്റവാളി മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് ഗോവിന്ദചാമി എന്ന് പറയുന്നത് ഒരു കുറ്റവാളി ബിംബമാണ്. അങ്ങനെയുള്ള ഒരാൾ ജയിൽ ചാടി എന്നുള്ളത് അതീവ ഭീതിയാണ് കേരളത്തിലാകെ പടർത്തിയത് കുറേയധികം മണിക്കൂറുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കടക്കം. അങ്ങനെ ആ ഒരു കുറ്റവാളിയെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണെങ്കിലും എങ്ങനെ ആ കുറ്റവാളി ജയിലിൽ ചാടി എന്നുള്ളത് ഇപ്പോഴും ഒരു അത്ഭുതമാണ്. പക്ഷേ നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ ചൂണ്ടിക്കാട്ടുന്നത്, അയാളെ കിണറ്റിൽ നിന്നെടുക്കുന്ന ദൃശ്യം, മാതൃഭൂമി ന്യൂസിൽ വന്ന ആ ദൃശ്യം കാണുമ്പോൾ തന്നെ അറിയില്ലേ അയാളുടെ ശരീരഘടനയും ശരീരഭാഷയും. തികഞ്ഞ ഒരു അഭ്യാസി കൂടിയാണ് അയാൾ, നല്ല മെയ്വഴക്കമുള്ള ആളാണ്. അയാൾക്ക് ഈ കൈ ഒരു കൈ ഇല്ലാത്തത് കൊണ്ടാണ് അയാളുടെ ഈ ജയിൽ. നമ്മളോട് പറയുന്നുണ്ടായിരുന്നു അനന്തൻ സംസാരിച്ചപ്പോൾ, ഒരു കൈയേ ഉള്ളൂ എന്ന് വിചാരിച്ച് കുറച്ച് കാണരുത്. അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായപ്പോൾ അയാൾ ചെയ്ത ക്രൂരതകളൊക്കെ ഞങ്ങൾ അടുത്തറിഞ്ഞതാണ്. അപ്പോൾ ഒരു കൈ ഇല്ല എന്ന് വെച്ച് ഒരു തരത്തിലും കുറച്ച് കാണാൻ കഴിയില്ല ഗോവിന്ദചാമി എന്നതാ ഇപ്പോൾ ബി സന്ധ്യ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്. അത് അവിടെ നിൽക്കുമ്പോൾ ഇപ്പം താടി വളർത്തി, മുടി നീട്ടി വളർത്തി, ഇതൊന്നും കാണുന്നില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥരെന്നാണ് അനന്തൻ. തീർച്ചയായിട്ടും ഈ ഗോവിന്ദചാമിയെ സംബന്ധിച്ച് പൊതുവെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന സംശയം, ഇയാൾ എങ്ങനെ ജയിൽ ചാടും, ഒറ്റക്കൈ ഉപയോഗിച്ച് ജയിൽ ചാടുന്നത് എങ്ങനെയാണ്, ഇത്രയും ദിവസം ഇങ്ങനെ കാത്തിരുന്ന് ക്ഷമയോടെ ഇതൊക്കെ ഈ അഴികൾ മുറിച്ചൊക്കെ ഒരു കൈയുള്ള അയാൾക്ക് ചാടാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ അതിനെല്ലാമുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരം അയാൾ തികഞ്ഞ അഭ്യാസിയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, അയാൾ വളരെ ക്ഷമയോടെ ദിവസങ്ങളോളം ജയിലിൻ്റെ അഴികൾ മുറിച്ച് ഏതാണ്ട് വളരെ കുറച്ച് മാത്രം മുറിച്ചു വെക്കും. അവിടെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട് കെട്ടിവെക്കും. അങ്ങനെ ഇന്നലെയോട് കൂടിയാണ് ആ പ്രക്രിയ പൂർത്തിയാക്കി ഇയാൾക്ക് പുറത്തു വരാൻ കഴിഞ്ഞത്. ഈ ഒരു കൈ ഉള്ളത് കൊണ്ടാണ് അയാളുടെ ജയിൽ ചാട്ടത്തിൻ്റെ വേഗത കുറയാനുള്ള കാരണം. അതുകൊണ്ടാണ് അയാൾ ഉദ്ദേശിച്ച സമയത്ത് പുറത്ത് എത്തി. ഏതാണ്ട് വെളിച്ചം വീഴുന്നതിന് മുമ്പ് റോഡിലെത്തി സ്ഥലം വിടാനുള്ള ഒരു പദ്ധതി പാളിപ്പോയത് എന്നാണ് ഇപ്പോൾ ജയിലധികൃതരുടെ ഒരു അനുമാനം. ഏതായാലും ജയിലധികൃതർ വിശദമായ അന്വേഷണം നടത്തുകയാണ്, ജയിൽ വകുപ്പ് അന്വേഷണം നടത്തുകയാണ്. മാത്രമല്ല, ഇന്ന് രാവിലെ ഈ ജയിലിൽ, കണ്ണൂർ ജയിലിൽ എല്ലാവരും ഉണ്ട്, എല്ലാ പ്രതികളും അവിടെ തന്നെ ഉണ്ട്, എല്ലാ കുറ്റവാളികളും അവിടെ തന്നെ ഉണ്ട് എന്ന് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ജയിൽ ചാടി ഗോവിന്ദചാമി എന്ന വിവരം അവിടെയുള്ള ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവരും അവിടെ ഉണ്ടെന്ന റിപ്പോർട്ടും നൽകുകയാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ, എന്തിന്റെ ബേസിസിലാണ്, എന്ത് പരിശോധനയുടെ ബേസിസിലാണ് ഈ റിപ്പോർട്ടൊക്കെ നൽകുന്നത്? ആര്യ, തികഞ്ഞ അനാസ്ഥ ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ണൂർ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, അവരപ്പോൾ ഒരു പരിശോധനയും കൂടാതെ രാത്രിയിൽ ഡ്യൂട്ടിക്ക് വരുന്നു, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നു, രാവിലെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടെന്നൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടും കൊടുത്തിട്ട് അവരവരുടെ ഡ്യൂട്ടി മാറി അടുത്ത ആളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. മാത്രമല്ല, നമ്മൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ തന്നെ അത്ഭുതപ്പെടുകയാണ്. കാരണം ഈ ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്ന ജയിലെന്ന് പറയുന്നത് ജയിലിനുള്ളിലെ ജയിലെന്ന് വിശേഷിപ്പിക്കുന്ന മേഖലയാണ്. അത് 10-ാം നമ്പർ ബ്ലോക്ക്. അതിന് പ്രത്യേകം ഒരു വാളുണ്ട്. അത് മാത്രമല്ല, ആ ബ്ലോക്ക് സ്ഥിതി ചെയ്യുന്നത് വാച്ച് ടവറിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ മാത്രം ദൂരെയാണ്. പ്രധാന ഈ മതിലിന് ഏതാണ്ട് 100 മീറ്റർ അകലെ മാത്രമാണ്. അപ്പോൾ ആ ഭാഗങ്ങളിൽ സാധാരണഗതിയിൽ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ